എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമുക്ക് കൊച്ചു കൊച്ചു പണിഷ്മെൻറ്റുകൾ ഈ ലോകത്ത് വെച്ച് തന്നെ കർത്താവിനോടുള്ള അവിശ്വസ്തതയ്ക്കും കർത്താവിൻ്റെ പരിശുദ്ധിക്കൊത്തവണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയാത്തത് കൊണ്ടും ലഭിക്കുന്നത് നല്ലതാണ്. പരിഹാരം അനുഷ്ഠിച്ച വ്യക്തിക്ക് മരിക്കുമ്പോൾ ഉടനെ സ്വർഗത്തിലേക്ക് പോകാൻ അത് നിമിത്തമാകുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ പരിഹാരം അനുഷ്ഠിച്ചിട്ടാണ് ഇവിടുത്തെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത്. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതേ ഓർത്ത്, നമ്മുടെ സഹനങ്ങളെ ഓർത്ത് ഈ മനോഭാവത്തോടെ സന്തോഷിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കൽ എൻ്റെ സഭാവസ്ത്രം സ്വീകരിച്ചതിൻ്റെ ശേഷം ജൂണിറേറ്റ് വർഷത്തിൽ എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം വന്നു. ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഗ്രീറ്റിംഗ്സ് കാർഡുകൾ ആ കാലഘട്ടത്തിൽ വരയ്ക്കുമായിരുന്നു. അതിലൂടെ കിട്ടുന്ന വരുമാനം സഭയുടെ ഉന്നമനത്തിനായി ഉപയോഗിച്ചു വന്നു. ഞാൻ വരവും ചിലവുമൊക്കെ എഴുതി അത് മഠത്തിലേൽപ്പിച്ച് ടീയെ വാങ്ങിക്കൊണ്ടാണ് പിറ്റേന്ന് പോവുക. ഓർഡർ എടുക്കും. വലിയൊരു ആൽബമുണ്ട്. ക്രിസ്മസ് ഗ്രീറ്റിങ്സ് വരച്ച് അതിൻ്റെ ഓർഡർ വാങ്ങിച്ച് 500, 600, 750, 1000 ഒക്കെ ഓർഡർ എടുത്ത് ഹോസ്റ്റലുകളിലും കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു. അന്ന് ഞാൻ പുറത്തേക്ക് പോയത് തനിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊണ്ടുപോയ സഞ്ചിയുടെ വള്ളി പൊട്ടി കാർഡുകൾ നിലത്തേക്ക് വീണു. മഴയില്ലാത്ത സമയമായതുകൊണ്ട് ചളിയൊന്നും പറ്റിയില്ല. ആ സമയത്ത് അവയെല്ലാം കടലാസിൽ പൊതിഞ്ഞും എങ്ങനെയൊക്കെയോ വാരി കൂട്ടിയെടുത്തു. ബസ്സിൽ നിന്നിറങ്ങുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് അടുത്ത് തന്നെ ഒരു ബാഗുകൾ കൊടുക്കുന്ന കടയുണ്ടായിരുന്നു. അവിടെ കയറി ഞാനൊരു ബാഗ് മേടിച്ചു. കാരണം ഇത് പിന്നെ കൊടുക്കേണ്ടിടത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതെല്ലാം ആ ബാഗിൽ വെച്ചു. വളരെ സുന്ദരമായിട്ട്, വളരെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ആ കാർഡുകൾ കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിഞ്ഞു. മഠത്തിൽ വന്നു അതിൻ്റെ കണക്കുകളൊക്കെ ഏൽപ്പിച്ചു. ഞാനിങ്ങനെയൊരു പുതിയ ബാഗ് വാങ്ങിക്കേണ്ടതായ ഘട്ടം വന്നു. വാങ്ങിച്ചു എന്ന് പറഞ്ഞു. മദറിൻ്റെ അടുത്താണ് എല്ലാം കണക്കുകളും ഏൽപ്പിക്കുക. മദർ ഉടനെ പറഞ്ഞു, നാളെ ഇതാരും ആവർത്തിക്കാതിരിക്കുവാൻ, സിസ്റ്റർ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ, എല്ലാവരും ഉള്ളപ്പോൾ ഒരു പരിഹാരം ചെയ്യണം, ഒരു പണിഷ്മെൻറ്റ് അവരുടെ മുന്നിൽ വെച്ച് ചെയ്യാനായിട്ട് എനിക്ക് തരികയായിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് എല്ലാവരും ഒരുമിച്ച് വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എൻ്റെ ബാഗ് അവരുടെ നടുവിൽ തലയിൽ വെച്ചുകൊണ്ട് മുട്ടുകുത്തി നിന്ന്
മദറെ, ഞാൻ ചെയ്തത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, മദറിൻ്റെ അനുവാദം കൂടാതെയാണ് ഇത് വാങ്ങിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചു. അതുപോലെ സഹോദരങ്ങളോടും ഇതിനു വേണ്ടി ക്ഷമ ചോദിച്ചു. അത് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വിഷമമുണ്ടാക്കിയെങ്കിലും പിന്നീടാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോഴാണ് എനിക്ക് ആശ്വാസം തോന്നിയത്. അധികം ഹൃദയത്തിൽ ആഴത്തിൽ വേദന നിലനിർത്തുവാൻ ദൈവം അനുവദിച്ചില്ല. ഞാനിത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വരാന്തയിലൂടെ വിശുദ്ധ കഴിക്കുവാനായി നടന്നു പോവുകയായിരുന്നു. അപ്പോഴെന്നോടൊരു സ്വരം പറയുകയാണ്, ദൈവത്തിൻ്റെ സ്വരമായിരുന്നു അത്, ഞങ്ങൾ നിന്നിൽ വന്ന് വസിക്കും. അന്ന് എനിക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. വീണ്ടും വീണ്ടും ഞാൻ ശ്രദ്ധിച്ചു. വീണ്ടും വീണ്ടും ആ ശബ്ദം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നിന്നിൽ വന്ന് വാസമുറപ്പിക്കും. ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നോ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നോ എനിക്കറിയില്ല. പിന്നീട് ഞാൻ ചാപ്പലിൽ പോയിരുന്നപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലായി, സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അത്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്, ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്ന് വസിക്കും. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നിൽ വന്ന് വാസമുറപ്പിക്കും. അപ്പം എന്നെ ആശ്വസിപ്പിച്ചതാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നിൽ വാസമുറപ്പിച്ചിട്ടുണ്ട്, നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, ത്രിത്വത്തിൻ്റെ സഹവാസമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അത് എനിക്ക് വളരെ സന്തോഷമായി തോന്നി. യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ 22 ആണ് ഈശോ ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പണിഷ്മെൻറ്റോ പരിഹാരമോ അല്ലെങ്കിൽ സഹനങ്ങളോ തെറ്റിദ്ധാരണകളോ സങ്കടങ്ങളോ ഒക്കെ തരുന്നത് ഈശോ അറിയാതെയല്ല എന്നുകൂടി അവിടുന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. എന്താണെന്നെങ്കിൽ അത് ബൈബിളിൽ നമ്മൾ നോക്കിയാൽ കാണില്ല. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ വ്യാഖ്യാനങ്ങളായ ചില പുസ്തകങ്ങൾ, മറ്റു ചില പുസ്തകങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കിട്ടും. അത് ചെറിയ ചെറിയ അക്ഷരത്തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്കുകളുടെ മിസ്റ്റേക്ക് കൊണ്ടോ പുറത്തിറക്കാൻ അല്ലെങ്കിൽ അംഗീകൃതമായിട്ടില്ല കാനൻ ലോ അനുസരിച്ച്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മോസസ് മരിക്കുന്ന സമയത്ത് മാലാഖയും പിശാചും അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പിശാച് പറയുകയാണ്, ഈ ജഡത്തെ തൊട്ടുപോകരുത്, മോസസിൻ്റെ ജഡം, അവൻ്റെ ആത്മാവ് എനിക്കുള്ളതാണ്, അവൻ എനിക്ക് അവകാശപ്പെട്ടതാണ്. കാരണം മെരീബായിലെ ജലാശയത്തിൻ്റെ അടുത്ത് വെച്ചവൻ കർത്താവിനോട് അവിശ്വസ്തമായി പെരുമാറി. ദൈവത്തിൻ്റെ പരിശുദ്ധിക്കൊത്തവണ്ണം ജനത്തിൻ്റെ മുൻപിൽ അവൻ പ്രവർത്തിച്ചില്ല. അവൻ കാണിച്ചത് വലിയ തെറ്റാണ്. അതുമാത്രം മതി എനിക്ക് മോസസിൻ്റെ ജഡം അവകാശമായി കിട്ടുവാൻ.
മാലാഖ ആകെ കുഴങ്ങി. മാലാഖ പറഞ്ഞു, അവൻ മുഖത്തോട് മുഖം ദൈവവുമായി സംഭാഷണം ചെയ്തവനാണ്, പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, ശ്രേഷ്ഠനാണ്, ദൈവത്തിൻ്റെ ദാസനാണ്. ദൈവം തന്നെ അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് പരിശുദ്ധനാണെന്നുള്ളത്. അതൊന്നും പറഞ്ഞിട്ട് നമ്മുടെ പിശാച് കൂട്ടാക്കിയില്ല. അവൻ വാദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരം കേട്ടു, മോസസ്, ഇതൊരു കാരണവശാലും നിനക്കുള്ളവനല്ല. പിശാചേ, നിൻ്റെ നീതി ന്യായ വാദങ്ങളൊന്നും ഇവിടെ ബലപ്പെടുകയില്ല. നീ പറഞ്ഞത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അവനെ ഞാൻ കാനാൻ ദേശം കാണാൻ അനുവദിക്കാതെ വലിയൊരു പണിഷ്മെൻ്റ് കൊടുത്തത് ഈ ഒരൊറ്റ കാരണത്താലാണ്. കാനാൻ ദേശം കാണുവാനും അവിടേക്ക് ജനത്തെ നയിക്കുവാനുമാണ് മോസസ് ഇത്ര നാൾ കഷ്ടപ്പെട്ടത്. എന്നാൽ അത്രയും കഷ്ടത ആരും സഹിച്ചിട്ടില്ല. എങ്കിലും അവനെനിക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ, അവൻ്റെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ അവന് ഞാനിങ്ങനെയൊരു പണിഷ്മെൻ്റ് കൊടുത്തു. നീ കാനാൻ ദേശത്ത് കാലുകുത്തുകയില്ല. നീ തന്നെ കാലബിനെയും ജോഷുവയെയും തിരഞ്ഞെടുക്കുക. നിൻ്റെ അനുയായികളായി അവർ ജനത്തെ നയിച്ചുകൊള്ളും. നിന്നെയും അഹ്റോനെയും അവിടെ പ്രവേശിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. വേണമെങ്കിൽ ആ മലയിൽ കയറി നിന്ന് ആ ദേശം കണ്ടുകൊള്ളുക. മോസസ് അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. മലയിൽ കയറി കാനാൻ ദേശം കണ്ടു. പുതിയ ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ആണ് മോശ മരിച്ചത്. എല്ലാം നിറവേറ്റിയ മോസസിന് ഈ പണിഷ്മെൻ്റ് എന്തിനാണെന്നുള്ളത് കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത്രയും നല്ലവനും പരിശുദ്ധനും ദൈവത്തിൻ്റെ ദാസനുമായ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മോസസിൻ്റെ കാര്യം ഇപ്രകാരമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അവിശ്വസ്തത ദൈവത്തിൻ്റെ പരിശുദ്ധിക്കൊത്തവണ്ണം മറ്റുള്ളവരുടെ മുൻപിൽ നാം വ്യാപരിക്കാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്താതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു തെറ്റായി. അല്ല, അതിനു പരിഹാരം അനുഷ്ഠിച്ചില്ലെങ്കിൽ നാമും ഇപ്രകാരം വിധിക്കപ്പെടുകയില്ലേ? അതുപോലെ നാളത്തെ ദിവ്യബലിയിൽ മാത്രമല്ല, ഓരോ ദിവസത്തെ ദിവ്യബലിയിലും നമ്മുടെ അവിശ്വസ്തതയ്ക്കും ദൈവത്തിൻ്റെ പരിശുദ്ധിക്കൊത്ത വിധം ജീവിക്കാത്തത് കൊണ്ടും ഒക്കെ വന്നുപോയിട്ടുള്ള തെറ്റുകൾക്ക് ദുസ്സാക്ഷ്യങ്ങൾക്കുമൊക്കെ പരിഹാരബലിയായി തീർന്ന കുഞ്ഞാടിൻ്റെ തിരുരക്തവും തിരുമാംസവും നമുക്ക് കാസയിലും പീലാസയിലും സമർപ്പിക്കാം. ദൈവപിതാവ് അവയൊക്കെ സ്വീകരിച്ച് നമ്മുടെ ബലഹീനമായ തെറ്റുകളെ കർത്താവിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായുടെ പാപപരിഹാരം ബലി സ്വീകരിച്ച് നമ്മയും പൂർണ്ണരാക്കി തീർക്കട്ടെ. മരണശേഷമുള്ള പണിഷ്മെൻറ്റിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഈ ദിവ്യബലി പുതിയ നിയമത്തിൽ പരിഹാര ബലിയായി എന്നും സമർപ്പിക്കുവാൻ അഭിഷിക്തരായ പുരോഹിതർക്ക്
പിന്തുടർച്ചയായി അനുവാദം കൊടുത്തിരിക്കുന്നത്. ഈ രഹസ്യമറിയുന്ന നമ്മൾ ഒരൊറ്റ ദിവസത്തെ ബലി പോലും പാഴാക്കി കളയില്ല. നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായും ദൈവപുത്രനായ കുഞ്ഞാടിനെ തിരുബലിയിൽ ദൈവപിതാവിന് കാഴ്ച കൊടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം അനുഷ്ഠിക്കാം. അതുപോലെ മരിച്ചുപോയവർക്കും അവരിതൊന്നും അറിയാതെ പലതും ചെയ്ത് കടന്നുപോയിട്ടുണ്ട്. ദിവ്യബലിയുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് ഉണ്ടാവില്ല. നമുക്ക് സമർപ്പിക്കാം മക്കളെ എല്ലാവരെയും.